ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ പാട്ടിൻ്റെ സൗണ്ട് കുറച്ച് കുറയ്ക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി എക്സാമാണ്. അപ്പോൾ എക്സാം ആയതുകൊണ്ട് ഫുൾ ബിസിയാണ്. ഞങ്ങളെ പ്രശ്ന ടൈം ടേബിളാണെങ്കിൽ ഫുൾ ഒന്ന് കഴിഞ്ഞൊന്ന് അങ്ങനെ ഡെയിലി എക്സാംസ് ആണ്. അപ്പോൾ നാളെ ഉണ്ട് എക്സാം. ഞാൻ കരുതി എന്തായാലും യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ റൂമാണെങ്കിൽ യു ക്യാൻ സീ ഫുൾ നല്ല മെസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ കരുതി ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മൈ ഗോഡ്, ക്ലീൻ ചെയ്തിട്ട് കുളിക്കണം. പിന്നെ അതിൻ്റെ കോലൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പം. അപ്പോൾ ഗായ്സ്, ഇതാണിപ്പം എൻ്റെ റൂമിൻ്റെ ഒരവസ്ഥ. ഞാൻ മാത്രമല്ല, ഇവിടെ എനിക്ക് റൂംമേറ്റും കൂടി ഉണ്ട്. എക്സാം ഞാനവളും ഒരേ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ദിവസമാണ് എക്സാംസ് ഉള്ളത്. പിന്നെ ഇലക്ടീവ് മാത്രം ഒരെണ്ണം മാത്രം മാറ്റുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് സെയിം. അപ്പം ഫുൾ അത് കാരണം ഞങ്ങൾ ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. അവളുടെ ചെയറാണിത്, എൻ്റെ ചെയറാണത്. രണ്ടിലും ഫുൾ ഡ്രസ്സാണ്. ഇതൊക്കെ അലക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അലക്കാൻ ഞാൻ മിക്കവാറും പോകുന്നുണ്ടാവില്ല. അലക്കാനുള്ളത് നമുക്ക് മാറ്റി വെച്ചിട്ട് ചെയറൊക്കെ ഒന്ന്, ഞാൻ ചെയർ ഇരുന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം ആദ്യം ടേബിൾ ക്ലീൻ ചെയ്യണം. എന്നിട്ട് എൻ്റെ ബെഡ് മാത്രം നല്ല പോലെയുള്ളൂ ഇവിടെ, ബാക്കി എല്ലാം മെസ്സാണ്. ഇവ ഞങ്ങളുടെ ചെരുപ്പ് വരെ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനെന്നാ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. പക്ഷെ ഞാനില്ലേ കുളിച്ചിട്ടില്ല. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ കുളിക്കുന്നതല്ലേ? കുളിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്താ ഞാൻ പറയുന്നത്? ക്ലീൻ ചെയ്തിട്ട് കുളിക്കുന്നതാണല്ലോ നല്ലേ. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുളിക്കാൻ വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ പണ്ടൊക്കെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പം മുടിയില്ല. അപ്പം മുടി വളരാൻ വേണ്ടിയിട്ട് അമ്മ ഒരു എണ്ണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നല്ലേ കരുതി തേക്കാം. പക്ഷേ ഇതെൻ്റെ അമ്മ കാണും. കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആ എണ്ണ ഇടുന്നുണ്ട്. എന്നിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് ബാക്കി ക്ലീനിങ് ചെയ്യാം. അപ്പോൾ എണ്ണ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറേ ക്ലീൻ ചെയ്യാണ്ടല്ലോ. തുടങ്ങാം. ഇനി ഞാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കിനി മടിയായിരിക്കും. അപ്പം ഞാൻ തുടങ്ങിയേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ തന്നെ ചെയ്യണമല്ലോ, വേറെ ഒന്നും ചെയ്യണം. സോ ഒരുപാട് തുണി എൻ്റെ ചെയറിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണില്ലല്ലോ, കാരണം അപ്പുറത്തൊരാൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അയാളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ ക്യാമറ ഇങ്ങനെ വെച്ചത്. ഓക്കെ, അപ്പം എന്നെ കാണില്ല, കൊള്ളാം. അലക്കാട് സാധനം ഞാനിങ്ങനെ മടക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതും. കാരണം ഞാൻ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നടക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മടക്കുന്നത്. I can wash it from here. ഇതെന്താണിത്? ഞാൻ ആക്ക് ഭാഗത്തെ അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ക്ലീൻ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കാണണം. ആൻഡ് യുനോ ആണ് കഴിവേറി. അപ്പം ഞാൻ നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ പാട്ടൊക്കെ ഇതാ, അതും എൻ്റെ പ്ലേലിസ്റ്റിലുള്ളതല്ല കേട്ടോ. ഞാൻ പിന്നെ എന്തെങ്കിലും പണിയിൽ ഏർപ്പെട്ടാൽ ഞാൻ അതിലെന്താ ഓടുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കൂല. സോ പാട്ടൊന്ന് മാറ്റട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈ ഗോഡ്, നമുക്ക് നല്ല വല്ല പദയാത്ര ഇടാം. പദയാത്ര ഇനിയിപ്പോൾ എപ്പം അപ്പം ഞാൻ അപ്പം നിങ്ങൾ കണ്ടുപോയി എൻ്റെ കഴിവ്. ആൻഡ് ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളും ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തു. അവളുടെ ടേബിളിലത് അവളുടെ ഫ്രൂട്ട്സും മെഡിസിനൊക്കെയാണ്. പിന്നെ ബുക്സ്, ഞങ്ങളുടെ ബുക്സ്, പിന്നെന്താ ഞങ്ങളുടെ 2 ഐഡി കാർഡ്, പിന്നെ എൻ്റെ ലൂണോ ഉണ്ട്, പിന്നെ എന്താ
ഇഷ്ടമാകുള്ളൂ. അപ്പം ക്ലീൻ ചെയ്തു, ചെയറൊക്കെ ക്ലീൻ ചെയ്തു. അവളുടെ ആക്ച്വലി അവൾ ഉറങ്ങുകയാണ്, അവൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അവിടെ തന്നെ മടക്കി അവിടെ തന്നെ വെച്ചു. ചെരുപ്പൊക്കെ അടുക്കി പറക്കി വെച്ചു, അടിച്ചു വാരി, ഫുൾ ഡൺ. ഇനിയിപ്പം ഞാൻ കുളിക്കണം. അയ്യോ സോറി. അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കുളിച്ചിട്ട് പഠിക്കാനിരിക്കണം. അപ്പം ഞാൻ കുളിച്ച് വന്നിട്ട് ടാറ്റ ബേബി പറയാം കേട്ടോ. വരാം, കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പഠിക്കാനിരിക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ കോള് വരുന്നുണ്ട്. ഹലോ, ഞാനേ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ വിളിക്കാം ഒറ്റ മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. എന്നാ അവിടെ നിന്നോ. ഞാൻ ഇത് തീർത്തിട്ട് തന്നെ സംസാരിക്കാം. ഓക്കെ. അപ്പം എൻ്റെ ഫ്രണ്ടാണ് എന്തോ കാര്യമായിട്ട് കഥ പറയാൻ വേണ്ടി വിളിക്കുകയാണ്. എന്നിട്ട് അതും കേട്ടിട്ട് ഞാൻ ഇപ്പോൾ പഠിക്കാതിരിക്കണം. ഞാൻ പറയും അങ്ങനെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇത് ഇഷ്ടമായിട്ട് കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാനിങ്ങനെ വീഡിയോസ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഉറപ്പില്ല. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അതും കൂടി കണ്ടിട്ട് നിങ്ങൾ പൊക്കോ. ഇതെൻ്റെ ഡയറിയാണ്. ആക്ച്വലി ഉള്ളി ഞാൻ കാണിച്ചില്ല, പുറത്ത് കാണിച്ചില്ല. ഇത് ഞാൻ മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ്. അപ്പം ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തു. പക്ഷേ വീഡിയോ ഞാൻ എടുത്ത അബദ്ധമായി. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് എന്നെ മാത്രമേ ക്യാമറ കണ്ടുകൊണ്ടിരുന്നത്, സാധനം കണ്ടില്ല. അപ്പം ഞാൻ പിന്നെ ആ വീഡിയോ ഒഴിവാക്കി. ഒരു വട്ടം പൊട്ടിച്ചാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ അൺബോക്സിങ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. ഇതിൻ്റെ പേജ് ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുണ്ട്. കണ്ടോ, നല്ല രസമാണ് സാധനം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോ, നല്ലതാണ്. കണ്ടോ, സ്റ്റാർട്ടിങ് ഇങ്ങനെ. അപ്പം അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കരുതിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് മിസ്സായി. ഇനിയിപ്പോൾ സാരില്ല. അപ്പം അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളെ എക്സാം ഉണ്ട്. അപ്പോൾ പഠിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. ടാറ്റ.